മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ കുന്നംകുളം നഗരസഭയിൽ ആരംഭിച്ചു. നഗരസഭ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ തോടുകൾ, നീർച്ചാലുകൾ എന്നിവയുടെ വീണ്ടെടുപ്പും പൊതുതോടുകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണവും ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്നതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചെമ്മണ്ണൂർ തോട് വൃത്തിയാക്കിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള മാലിന്യമുക്തമാക്കിയ ഒരു നഗരമാക്കി അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മണ്ഡലം തലത്തിലുള്ള ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നൂറടിത്തോടിലെ ചണ്ടി നീക്കം ചെയ്യുന്ന പ്രവർത്തനം ഏറ്റെടുത്തത്. ഇത് നമ്മുടെ നഗരസഭയുടെ ഭാഗമായി ഈ ചെമ്മണ്ണൂർ തോട്, വിവിധ വാർഡുകളിൽ കൂടി ഒഴുകുന്ന ഈ തോട് ഏറ്റവും നല്ല രീതിയിൽ ഒഴുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ആപ്തവാക്യവുമായി ഇവിടെ ഈ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകും. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി സോമശേഖരൻ, PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൗൺസിലർമാർ, ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, A രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KS പ്രവീൺ, MS ഷീബ, S രശ്മി, PS സജീഷ്, PP വിഷ്ണു, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. നീർച്ചാലുകൾ, തോടുകൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം തൊഴിലുറപ്പ് ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തും. പ്രധാന പാതകളിലെ പൊതുകാനകൾ വൃത്തിയാക്കൽ മാർച്ച് 30 മുൻപ് പൂർത്തീകരിക്കും. വലിയ കാനകൾ യന്ത്രസഹായത്താൽ വൃത്തിയാക്കും. മഴയ്ക്ക് മുൻപ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തോടുകളും കാനകളും വൃത്തിയാക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കുമെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ അറിയിച്ചു.